ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഷോമി എന്ന ബ്രാൻഡിൽ റെഡ്മി നോട്ട് 9 സീരീസ് ഇപ്പോൾ 5G വേർഷനായിട്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിൽ നിന്നും റെഡ്മി നോട്ട് 9T എന്നൊരു ഫോണും കൂടി ലോഞ്ച് ചെയ്യുമെന്ന ഒരു റൂമർ ഡീറ്റെയിൽസ് മുമ്പ് വന്നിരുന്നു. റെഡ്മി നോട്ട് 9T 5G എന്ന ഫോൺ ഇപ്പോൾ എല്ലായിടത്തും ജനുവരി മാസം ലോഞ്ച് ചെയ്യും, അനൗൺസ് ഒക്കെ വരുന്നു എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഫോണിൻ്റെ ടോട്ടലി ഒരു സ്പെക് റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. വീഡിയോയിലൂടെ കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നേരെ വീഡിയോയിലോട്ട്. ഓക്കെ, ആദ്യം ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് വന്നാൽ 6.53 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കൂടി ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നോർമൽ സെറ്റപ്പ് തന്നെയാണ്. ഏതായാലും IPS LCD ഡിസ്പ്ലേ ആണ്, സൂപ്പർ AMOLED ഡിസ്പ്ലേ ഒന്നുമല്ല. അതിനൊക്കെ 90 ഹെർട്സ് റിഫ്രഷ് റേറ്റുള്ള ഒരു സഫീഷ്യൻ്റ് ആയ ഡിസ്പ്ലേ ആണ്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് ഫോണിൻ്റെ ഫ്രണ്ടിൽ. പ്ലാസ്റ്റിക് ബാക്കാണ് ഫോണിൻ്റെ ഒരു ഫുള്ളി ഡിസൈൻ വരുന്നത്. വാട്ടർ റീപ്പലൻ്റ് കോട്ടിങ് കൂടി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ തുള്ളി വെള്ളമായാലൊന്നും വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് നമുക്ക് ആശ്വസിക്കാം. 395 പിക്സൽ പെർ ഇഞ്ചിൻ്റെ ഡെൻസിറ്റിയാണ് ബോഡിക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഫോണിൻ്റെ ഒരു ഡിസ്പ്ലേ ബൈസും ഡിസൈൻ ബൈസും നോക്കാനുള്ളൊരു ടോട്ടലി ഒരു സ്പെക് വൈസ്. ഇതിൽ നമുക്ക് ഒരു നോർമലായ ഒരു പവർഫുൾ സെറ്റപ്പ് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു പവർഫുള്ളായ എക്സ്പീരിയൻസും ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. AMOLED ഡിസ്പ്ലേ ഒന്നുമല്ല, IPS LCD ഡിസ്പ്ലേ ആണ്. അതിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉള്ളത് കൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ഡിസ്പ്ലേയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അടുത്തതായിട്ട് ഇതിൻ്റെ പെർഫോമൻസിൻ്റെ സൈഡിലേക്ക് വന്നാൽ മീഡിയാടെക്കിൻ്റെ ഡൈമെൻസിറ്റി 800U 5G എന്നൊരു ഒക്ടാ കോർ പ്രൊസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. മാലി G57MC3 ആണ് ഇതിൻ്റെ GPU വരുന്നത്. ആൻഡ്രോയിഡ് 10 അധിഷ്ഠിതമായി ഷാമിയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസായ MIUI 12 ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പെർഫോമൻസിൻ്റെ സൈഡിലേക്ക് വന്നാൽ നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രൊസസ്സറും എക്സ്പീരിയൻസും പവർഫുള്ളായ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് നല്ലൊരു പവർഫുള്ളായ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ലഭിക്കുന്നത്. കാരണം ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ 5G പ്രൊസസ്സറും കൂടിയാണ്. അപ്പോൾ ഈ പ്രൊസസ്സറിൽ യാതൊരുവിധ ലാഗുമില്ലാതെ നല്ലൊരു സഫീഷ്യൻ്റായ എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിൽ നമുക്ക് ലഭിക്കുക. അപ്പോൾ യാതൊരുവിധ പ്രശ്നമൊന്നുമില്ലാതെ പെർഫോമൻസിൻ്റെ സൈഡിലും നമ്മൾ സഫീഷ്യൻ്റാണ്. അടുത്തതായിട്ട് ഇതിൻ്റെ ക്യാമറയുടെ സൈഡിലേക്ക് വന്നാൽ 48 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ റിയർ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. 48 മെഗാ പിക്സലിൻ്റെ f1.8 വരുന്ന ഒരു വൈഡ് ആംഗിളും 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡും 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. LED ഫ്ലാഷും HDRൻ്റെ സപ്പോർട്ടും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അതിൽ നമുക്ക് 4Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ സെൽഫി ക്യാമറയിലേക്ക് വന്നാൽ 13 മെഗാ പിക്സൽ f2.3 വരുന്ന ഒരു സ്റ്റാൻഡേർഡ് ക്യാമറയാണ്, ഡുവൽ ക്യാമറ ഒന്നുമല്ല. അതിൽ നമുക്ക് 1080p റെസൊല്യൂഷനിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ ബാറ്ററിയുടെ സൈഡിലേക്ക് വന്നാൽ 5000 mAhൻ്റെ ഒരു ബാറ്ററിയാണ്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറുമായിട്ട് ടൈപ്പ് സിയുമായിട്ടാണ് വരുന്നത്. ബാറ്ററിയുടെ ഭാഗത്തും നല്ലൊരു പവർഫുള്ളായ പെർഫോമൻസും ഒരു ബാറ്ററി ലൈഫൊക്കെ ഇതിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു നോർമലി ഒരു നല്ലൊരു സെറ്റപ്പ് തന്നെയാണ്. 5G ചിപ്സെറ്റുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇതൊരു 5G ഫോണും കൂടിയാണ്. ഇതിൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ വരുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്കും കൂടി ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. NFC-യും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാധാരണ ഈ വിലയിലുള്ള ഈ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറൊക്കെ വരുന്ന ഫോണിൽ ഡെഡിക്കേറ്റഡ് സിം കാർഡ് സ്ലോട്ട് കാണാറില്ല. ഇതിലങ്ങനെയല്ല, ഡെഡിക്കേറ്റഡ് സിം കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരേ സമയം 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് 3 കളർ വേരിയൻറ്റിലാണ് വരുന്നത്. ഗ്രേ, ഗ്രീൻ, വയലറ്റ് എന്നീ 3 കളർ വേരിയൻറ്റിലാണ് ഈ ഫോൺ വരുന്നത്. ഇത് നമുക്ക് 2 സ്റ്റോറേജ് വേരിയൻറ്റിലാണ് ലഭിക്കുന്നത്. 4GB 64GB എന്ന വേരിയൻറ്റും 4GB 128GB എന്നൊരു മറ്റൊരു വേരിയൻറ്റുമാണ്. UFS 2.2 ആണ് സ്റ്റോറേജ് ടൈപ്പ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻസ്. ഇതിൻ്റെ പ്രൈസ് ഏകദേശം ഒരു 20-25,000 രൂപയ്ക്ക് ഇടയിലായിരിക്കും ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഏതായാലും ഈ വിലക്ക് ഇതൊരു നല്ലൊരു സ്പെക് വൈസ് ഉള്ള ഫോൺ തന്നെയാണ്.
ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് ഒക്കെ ഇതിൻ്റെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അത് കയ്യിൽ കിട്ടിയ ശേഷം നമുക്ക് ഫോട്ടോ എടുത്ത് തന്നെ ഇത് ചെക്ക് ചെയ്യണം. ഇതിൻ്റെ മെഗാ പിക്സലൊക്കെ ഇതിൻ്റെ ഒരു സെറ്റപ്പ് മാത്രമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയുള്ള സ്പെസിഫിക്കേഷൻസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് മിഷാബ് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.